ക്ഷേത്രങ്ങളുടെ നാടായ കാഞ്ചീപുരത്തെ പ്രത്യേകതയുള്ള നിരവധി ക്ഷേത്രങ്ങളിലൊന്നാണ് തിരുപരമേശ്വര വിന്നാകാരം ക്ഷേത്രം. വിഷ്ണുവിന്റെ 108 ദിവ്യദേശങ്ങളിലൊന്നായ തിരുപരമേശ്വര വിന്നാകാരം ക്ഷേത്രം വൈകുണ്ഠ പെരുമാൾ ക്ഷേത്രമെന്നും അറിയപ്പെടുന്നു. ദ്രാവിഡ വാസ്തുവിദ്യയിൽ പല്ലവകാലത്ത് നിർമ്മിക്കപ്പെട്ട ഈ ക്ഷേത്രം കാഞ്ചീപുരത്തെ ഏറ്റവും പഴക്കം ചെന്ന രണ്ടാമത്തെ ക്ഷേത്രമായാണ് അറിയപ്പെടുന്നത്. വിശ്വാസികളുടെ ഇടയിൽ ഏറെ അറിയപ്പെടുന്ന വൈകുണ്ഠ പെരുമാൾ ക്ഷേത്രത്തിന്റെ ചരിത്രവും പ്രത്യേകതകളും വിശേഷങ്ങളും നമുക്കൊന്ന് നോക്കാൻ ശ്രമിക്കാം. തമിഴ്നാട്ടിലെ പ്രധാന ക്ഷേത്രങ്ങളിലൊന്നാണ് കാഞ്ചീപുരത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന തിരുപരമേശ്വര വിന്നാകാരം ക്ഷേത്രം. മഹാവിഷ്ണുവിനെയും ലക്ഷ്മിയെയും പ്രധാന പ്രതിഷ്ഠകളായി ആരാധിക്കുന്ന ഈ ക്ഷേത്രത്തിന് നൂറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട്. വിഷ്ണുവിനെ വൈകുണ്ഠനാഥനായും ലക്ഷ്മി ദേവിയെ വൈകുണ്ഠവല്ലിയുമായാണ് ഇവിടെ ആരാധിച്ചു പോരുന്നത്. പല്ലവ രാജാവായിരുന്ന നരസിംഹവർമ്മൻ രണ്ടാമന്റെ കാലത്താണ് ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത്. പിന്നീട് മധ്യകാല ചോള രാജാക്കന്മാരും വിജയനഗര രാജാക്കന്മാരും ക്ഷേത്രത്തിൽ ചില കൂട്ടിച്ചേർക്കലുകൾ നടത്തിയിട്ടുണ്ട്. കരിങ്കല്ലിൽ തീർത്ത വലിയ മതിലുകളാലും ജലാശയങ്ങളാലും ചുറ്റപ്പെട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എന്നതും ഈ ക്ഷേത്രത്തെ ശ്രദ്ധേയമാക്കി മാറ്റുന്നു. ദ്രാവിഡ വാസ്തുവിദ്യാ ശൈലിയിൽ നിർമ്മിച്ച വൈകുണ്ഠ പെരുമാൾ ക്ഷേത്രത്തിൽ ലംബമായി വിന്യസിച്ചിരിക്കുന്ന 3 ശ്രീകോവിലുകളുണ്ട്. താഴത്തെ നിലയിലെ ശ്രീകോവിലിൽ ഇരിക്കുന്ന ഒരു ഭാവത്തിൽ വിഷ്ണുവിന്റെ പ്രാഥമിക ദേവതയും 1-ാം നിലയിൽ വിഷ്ണുവിന്റെ ഉറങ്ങുന്ന വിഗ്രഹവും മുകളിലത്തെ നിലയിൽ വിഷ്ണു ഭഗവാനെ നിൽക്കുന്ന നിലയിലും കാണപ്പെടുന്നു. ക്ഷേത്രങ്ങളുടെ ചുവരുകൾ ചരിത്രപരവും മതപരവുമായ ശില്പങ്ങളാൽ അലങ്കരിച്ചിരിക്കുകയും അവയിൽ ചിലത് പല്ലവ രാജവംശത്തിന്റെ ഭരണം വിവരിക്കുകയും ചെയ്യുന്നു. ക്ഷേത്രത്തിനു ചുറ്റുമുള്ള സിംഹത്തൂണുകൾ ആ കാലഘട്ടത്തിലെ കഴിവുകളുടെ പ്രതീകമായി നിലകൊള്ളുന്നു. വൈകുണ്ഠ പെരുമാൾ ക്ഷേത്രത്തിന് ഏകദേശം 1/2 ഏക്കർ വിസ്തൃതിയുണ്ട് എന്നതുകൂടാതെ ശ്രീദേവിയും ഭൂദേവിയും ഇരുവശത്തായിരിക്കുന്ന ഇരിപ്പടത്തിലുള്ള വൈകുണ്ഠനാഥന്റെ രൂപമാണ് ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിനകത്തുള്ള ഭിത്തികളിൽ പല്ലവരും ചാലൂക്യരും തമ്മിലുള്ള സംഘർഷങ്ങളും യുദ്ധരംഗങ്ങളുമെല്ലാം കൊത്തിവെച്ചിട്ടുണ്ട്. ഈ യുദ്ധരംഗങ്ങളിൽ യോദ്ധാക്കൾക്കൊപ്പം കുതിരകൾ, ആനകൾ എന്നിവയെല്ലാം ചിത്രീകരിച്ചിരിക്കുന്നു. ഈ ക്ഷേത്രത്തിലെ ഓരോ ശില്പവും ഇഷ്ടിക കൊണ്ടുണ്ടാക്കിയ ഭിത്തിയിലാണ് സ്ഥാപിച്ചിരിക്കുന്നത് എന്നതുകൂടാതെ നൃത്തം, സംഗീതം, മറ്റ് കലാപരിപാടികൾ എന്നിവയുൾപ്പെടെയുള്ള സാംസ്കാരിക വിനോദങ്ങളുടെ ചിത്രീകരണങ്ങളും ഇവിടുത്തെ ഭിത്തികളിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഇവയ്ക്കെല്ലാം പുറമെ വൈകുണ്ഠ പെരുമാൾ ക്ഷേത്രത്തിൽ ഒരു പ്രത്യേക ശില്പമുണ്ട്. പല്ലവ ഭരണാധികാരിയായിരുന്ന നരസിംഹവർമ്മന്റെ കാലത്ത് കാഞ്ചീപുരം സന്ദർശിച്ച പ്രശസ്ത ചൈനീസ് സന്യാസിയും തീർത്ഥാടകനുമായ ഹ്യുവാൻസാങ്ങിന്റെ ശില്പമാണിത്. പല്ലവ ഭരണാധികാരികൾ അദ്ദേഹത്തോടുള്ള ആദരസൂചകമായാണ് ഈ ശില്പം ക്ഷേത്രത്തിൽ സ്ഥാപിച്ചത്. 7-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ നിലനിന്നിരുന്ന നയതന്ത്ര ബന്ധത്തിന്റെ അടയാളം കൂടിയാണ് ഈ ശില്പം. 7-ാം നൂറ്റാണ്ടിൽ പല്ലവരുടെ ഭരണത്തിന് കീഴിൽ കാഞ്ചീപുരം ബുദ്ധമതക്കാരുടെയും ജൈനമതക്കാരുടെയും കേന്ദ്രമായിരുന്നുവെന്നും ഹ്യുവാൻസാങ് തന്റെ രചനകളിൽ പറഞ്ഞിട്ടുണ്ട്. പരാന്തക ചോളന്റെ ഭരണകാലത്ത് ഗ്രാമസഭകളിലേക്ക് പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്ന ജനാധിപത്യ രീതികളെ സൂചിപ്പിക്കുന്ന ലിഖിതങ്ങൾക്കും പേരുകേട്ടതാണ് ഈ ക്ഷേത്രം. തങ്ങളുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കാൻ അനുവദിക്കണമെന്ന് ഗ്രാമവാസികൾ ഭരണാധികാരികളോട് അഭ്യർത്ഥിച്ചതായി ക്ഷേത്രത്തിലെ ലിഖിതങ്ങൾ സൂചിപ്പിക്കുന്നു. പരാന്തക ചോളൻ അവരുടെ ആവശ്യം അംഗീകരിക്കുകയും ഗ്രാമപ്രതിനിധികളെ ജനാധിപത്യമായി തിരഞ്ഞെടുക്കുന്നതിനുള്ള കുടവോലെ സമ്പ്രദായം അഥവാ ബാലറ്റ് സമ്പ്രദായം ഏർപ്പെടുത്തുകയും ചെയ്തു. ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി ക്ഷേത്ര സന്ദർശനം നടത്തിയതിനു ശേഷം ഈ സംവിധാനത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ഗ്രാമങ്ങളിലെ തദ്ദേശീയ ഭരണ സ്ഥാപനങ്ങളുടെ ഇന്ത്യയിലെ സമ്പ്രദായമായ പഞ്ചായത്ത് രാജ് മെച്ചപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു. ഇവിടെ എത്തി നിർമ്മലമായ മനസ്സോടെ പെരുമാളിനോട് പ്രാർത്ഥിച്ചാൽ ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാകുമെന്നാണ് വിശ്വാസം. അതോടൊപ്പം വിവാഹം നടക്കാനും കുട്ടികളുണ്ടാകാനുമെല്ലാം ഇവിടുത്തെ പ്രാർത്ഥന മതിയെന്നാണ് വിശ്വാസം. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് ഈ ക്ഷേത്രം ഇന്ന് സംരക്ഷിക്കപ്പെട്ടു പോരുന്നത്.